ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഒരു സീരീസ് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഏഷ്യനെറ്റ് നശിപ്പിച്ച് കളഞ്ഞ ഒരു റിയാലിറ്റി ഷോ, അതായത് വോഡഫോൺ കോമഡി സ്റ്റാർസിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇത്. ആദ്യത്തെ എപ്പിസോഡാണ്. നിങ്ങളത് കണ്ടില്ലെങ്കിൽ ഞാനത് എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ ഒരു വീഡിയോ കൂടി നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ ഒന്ന് അവസാനം വരുന്ന കാണണം. അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. നമ്മൾ ഈ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോ ചാനൽ ഓരോരോ റിയാലിറ്റി ഷോ കൊട്ടിഘോഷിച്ച് വരികയും അത് 8 നില പൊട്ടിയും പോയിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ ചാനലിനകത്ത് സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും റിയാക്ഷൻ വീഡിയോ, ട്രെയിലർ, റിവ്യൂസ് ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനലിലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഏഷ്യനെറ്റ് ഇതേപോലെ നശിപ്പിച്ച വേറെ ഒരു ഷോയാണ്. ഷോ എന്ന് പറഞ്ഞാൽ അതൊരു ഫിലിം അവാർഡാണ്. ഫിലിം അവാർഡ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാണ്, ഏഷ്യനെറ്റ് ഒരു ഫിലിം അവാർഡേ കൊടുക്കത്തുള്ളൂ. ഉജാല ഏഷ്യനെറ്റ് ഫിലിം അവാർഡ്. ഉജാല എന്ന് പറഞ്ഞാൽ സ്പോൺസർഷിപ്പാണ്. അപ്പോൾ ഈ ഒരു ഫിലിം അവാർഡിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ, ഇത് കാണാൻ പോകുന്ന ഓഡിയൻസിന് വരെ സ്പെഷ്യൽ ജൂറി അവാർഡ് കൊടുക്കും. അതാണ് ഈ ഒരു ഏഷ്യനെറ്റ് ഫിലിം അവാർഡിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഒത്തിരി അർഹതപ്പെട്ടവർക്കും കൊടുത്തിട്ടുണ്ട്, അർഹതപ്പെടാത്ത കുറേ പേർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഉജാല ഏഷ്യനെറ്റ് ഫിലിം അവാർഡ്, ഇതിനെപ്പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇതേപോലെ ഇനിയും ഈ ചാനലിൽ വീഡിയോസ് പ്രതീക്ഷിക്കാം. ഇതേപോലെ തുടങ്ങിയിട്ട് അവർ തന്നെ ചാനലുകാർ തന്നെ നശിപ്പിക്കുന്ന കുറേ റിയാലിറ്റി ഷോ ഉണ്ട്. അത് ഏഷ്യൻ്റെ മാത്രമല്ല, എല്ലാ ചാനലിലും കൂടെ. നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കൂടെ ചെയ്താൽ നമ്മളതൊന്ന് സെർച്ച് ചെയ്ത് നമ്മളതൊന്ന് അതിനെപ്പറ്റി ഒന്ന് പഠനം നടത്തിയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഉജാല ഏഷ്യനെറ്റ് ഫിലിം അവാർഡ് എന്ന് പറഞ്ഞാൽ, ഏഷ്യനെറ്റ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ചാനൽ തുടങ്ങുന്നത് 93-ലാണ്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഇപ്പം ഒത്തിരി നിങ്ങൾക്ക് എല്ലാവർക്കും അവാർഡിനെ പറ്റിയൊക്കെ ഒരു ഇത് കാണുമായിരിക്കും. ഇപ്പം നാഷണൽ അവാർഡ് വരെ അതിൻ്റെ വില കളഞ്ഞ ഒരു വർഷം കൂടിയാണ് ഇപ്പം കഴിഞ്ഞ വർഷങ്ങളെല്ലാം, വന്നുകൊണ്ടിരിക്കുന്ന വർഷങ്ങളെല്ലാം. അപ്പോൾ ഇത് വർഷങ്ങൾക്ക് മുന്നേ ഇപ്പം തട്ടിക്കൂട്ട് അവാർഡുകൾ ഇഷ്ടംപോലെ തട്ടിക്കൂട്ട് അവാർഡുകളുണ്ട്. അതായത് ഇപ്പം ഓരോരോ ഷോപ്പുകൾ തന്നെ ഓരോ ഫിലിം അവാർഡ് നടത്തുന്നുണ്ട്. അതേപോലെയാണ് ഈ ഒരു ഏഷ്യാനെറ്റ് ഫിലിം അവാർഡും ഇതുപോലെ ഒരു തട്ടിക്കൂട്ട്, ഇതുപോലെ ഒരു ഗുണമില്ലാത്ത ഒരു അവാർഡ് ഷോ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ഒരു റാങ്ക് കൊടുക്കുകയാണെങ്കിൽ അത് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡിനെ ഞാൻ കൊടുക്കത്തുള്ളൂ. ഇത് തുടങ്ങുന്നത്, ഈ ഒരു അപരാധം അവാർഡ് തുടങ്ങുന്നത് 1998-ലാണ്. 98 ആദ്യമേ 2-3 വർഷങ്ങളിലൊക്കെ അവർ അർഹതപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അവർ ആർക്കാ കൊടുക്കുന്നതെന്ന് പോലും ഒരിതില്ല. എന്തായാലും 2019 ശേഷം എന്തായാലും കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഈ ഒരു പരിപാടി കാണുന്നില്ല. കാരണം ഈ ഒരു തട്ടിക്കൂട്ട് അവാർഡ് കാണുന്നില്ല. അവസാനം 2019 ബെസ്റ്റ് ആക്ടറിന് കൊടുത്തേക്കുന്നത് ലാലേട്ടനായിരുന്നു. ഇട്ടിമാണിക്കും ഒടിയനും ഒക്കെ ആയിരുന്നു കൊടുത്തത്. ഞാൻ ആ വീഡിയോ വന്ന് കണ്ടിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഏറ്റവും വിമർശിച്ച് പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അതിന് മുമ്പ് ഒത്തിരി വിമർശിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും വർഷമായിട്ട് ഞാനിത് ആദ്യമായിട്ട് കാണുന്നത്, ഈ ഒരു ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് കാണുന്നതെന്ന് പറഞ്ഞാൽ 2003-ലാണ്. 1998 തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 2003-ലാണ് ഞാൻ ഈ ഒരു ഷോ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് എനിക്ക് ലാലേട്ടന് എനിക്ക് കാണുന്ന ഓർമ്മയുണ്ട്. അന്ന് ഈ ബാലേട്ടനൊക്കെ ഇറങ്ങിയ സമയം, ബാലേട്ടൻ, പട്ടാളം, CD മൂസ അങ്ങനെയൊക്കെ ഉള്ള പടങ്ങൾ ഇറങ്ങുന്ന സമയം. അപ്പോൾ അന്ന് ആ സമയത്ത് ലാലേട്ടന് കിട്ടുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അന്നൊക്കെ ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം നമ്മൾ സിനിമയിൽ കാണുന്ന ആക്ടർമാരെല്ലാം ഒരു സ്റ്റേജിൽ വരുന്നതും അങ്ങനെയൊക്കെ എനിക്ക് അവർ തന്നെ ഓരോരോ ഷോകൾ കാണിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഓരോ വർഷം കഴിയുന്നതോറും ഇതിൻ്റെ നിലവാരം കുറഞ്ഞു വരാൻ പോയി. പിന്നെ അതിനകത്ത് കോമഡി കണ്ടാലും ഒരു ചാലി കോമഡി ആക്കി കൊണ്ടുവന്നു. പിന്നെ അതിൻ്റെ നിലവാരം ഒട്ടും ഇല്ലാതാക്കി. പിന്നെ ഞാൻ ഇത്രയും വർഷം കഴിഞ്ഞ് ഞാൻ ഇതുവരെ ഇത് 2 പാർട്ടായിട്ടാണ് നടക്കുന്നത്. ശനിയാഴ്ചയും ഞായറാഴ്ചയും വൈകുന്നേരം ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത് 2 പാർട്ടായിട്ട്. 2 പാർട്ടും ഞാൻ ഇതിൽ കുത്തിയിരുന്ന് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 2011 ഏഷ്യനെറ്റ് ഫിലിം അവാർഡാണ്. അന്ന് വിജയ് അന്ന് ബെസ്റ്റ് പോപ്പുലർ ആക്ടറിന് അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കറിയാം, വിജയുടെ കേരളത്തിലെ ഫാൻ പവർ എന്തൊക്കെയാണെന്ന് നമുക്ക് അന്നേ ഉണ്ട് പുള്ളിക്ക് ഫാൻ പവർ. അപ്പോൾ ഇത് ആ ഒരു സീരീസാണ്, 2011 സീരീസാണ് ഞാൻ ഫുള്ള് കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെയും ഇവർക്ക് ഒരു ഏളുതരമായി പോയി. പിന്നെ വിദേശം എന്ന് പറഞ്ഞാൽ വേറെ അന്യഭാഷയിൽ നിന്നൊക്കെ ഓരോരുത്തരും ബെസ്റ്റ് പോപ്പുലർ ആക്ടർ അവാർഡ് കൊടുക്കുന്നത്. എന്തിനാണെന്ന് എനിക്കും അറിയത്തില്ല. അങ്ങനെ ഒരു തട്ടിക്കൂട്ടി കൊണ്ടുവരാൻ വേണ്ടി മാത്രം ഒരു അന്യഭാഷയിൽ നിന്ന് ഒരു നായകൻ ഷാരൂഖ് ഖാനൊക്കെ വന്നിട്ടുണ്ട്. ഷാരൂഖ് ഖാനൊക്കെ എവിടെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാലും വന്ന് ഇറങ്ങിയിട്ട് പോകുന്ന ഒരു ആക്ടർ. അപ്പം പുള്ളി ചുമ്മാതെ കാണാൻ പോയപ്പോൾ ഒന്ന് വിളിച്ച് കാണും. ആദ്യം വന്ന് കയറി സ്റ്റേജിൽ പോയി കുറച്ച് ഷോ കാണിച്ചിട്ട് പോയി. വിജയൊക്കെ ഈ അപരാധം ഷോയ്ക്കൊന്നും തലവെച്ച് കൊടുത്തത് എനിക്കൊന്ന് അന്ന് കാവലൻ ഇറങ്ങുന്ന സമയമായിരുന്നു. ഇവിടെ ആയിരുന്നു ഷൂട്ടിങ്, കേരളത്തിൽ കുറച്ച് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്തെങ്ങാണ്ട്
പോയി പിടിച്ചതാണെന്ന് തോന്നുന്നു വിജയൊക്കെ. വിജയ് അന്ന് കാർത്തിക് ഉണ്ടായിരുന്നു 2011. വിജയ് വന്ന് തല കാണിച്ചിട്ട് പോയിട്ടുണ്ട്. അതായിരുന്നു ഞാൻ കണ്ടത് തുടക്കം തൊട്ട് അവസാനം വരെ കണ്ട ഒരു സീരീസ് 2011 സീരീസാണ്. അല്ലാതെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഏഷ്യാനെറ്റ് ഫിലിം അവാർഡും കണ്ടിട്ടില്ല. കണ്ടിട്ടെന്ന് പറഞ്ഞാൽ ചുമ്മാ എന്തൊക്കെയാ തട്ടിക്കൂട്ടി കൊടുക്കുന്നൊരു അവാർഡ് എല്ലാവർക്കും അവാർഡ് കൊടുക്കുന്നുണ്ട്. ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ 98 തൊട്ടാണ് ഈ ഒരു അവാർഡ് കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്. ബെസ്റ്റ് ആക്ടർക്ക് 21 വർഷം ഇവരിത് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വർഷം കൊണ്ട് നടത്തുന്നില്ല. അതുപോലെ വളരെ നല്ല കാര്യം തന്നെ, വളരെ നല്ല കാര്യം. അപ്പോൾ ഈ അവാർഡ് നടത്തുന്നത് ഓരോ സ്പോൺസർഷിപ്പാണ്. 98 ഇത് ജോൺസൺ ആൻഡ് ജോൺസൺ ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ വർഷം തൊട്ട് ലെക്സിൻ്റെ സ്പോൺസർഷിപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2004 തൊട്ട് ജീവയുടെ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളവർക്ക് അറിയത്തില്ലായിരിക്കും, ജീവയുടെ ഒരു സോപ്പ് ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു സ്പോൺസർഷിപ്പായിരുന്നു അന്ന്. അതിനുശേഷമാണ് ഉജാല ഏഷ്യാനെറ്റ് വരുന്നത്. അത് കുറേ നാൾ നിന്ന് എൻ്റെ സ്പോൺസർഷിപ്പ്. പിന്നെ നിറവറയായി. ഏറ്റവും ലാസ്റ്റ് ഭീമ ജ്വല്ലറിയാണ് അതിൻ്റെ സ്പോൺസർഷിപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് ആക്ടർ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. ഉജാല ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന അവാർഡിൽ ഫസ്റ്റ് അവാർഡ് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 1998 ജയറാമിനാണ് ഫസ്റ്റ് അവാർഡ് കൊടുത്തിട്ടുള്ളത്. 99 കലാഭവൻ മണി, വസന്തി ലക്ഷ്മി പിന്നെ ഞാനും എന്നുള്ള സിനിമയ്ക്കാണ് ഇത് കൊടുത്തത്. അത് നല്ല ഒരു അവാർഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പുള്ളി അതിനുവേണ്ടി ഒത്തിരി ഡെഡിക്കേഷൻ തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് സംസ്ഥാന അവാർഡ് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു, അത് കിട്ടിയില്ല. പുള്ളി അന്ന് തല കറങ്ങി വീണു എന്നൊക്കെ പറഞ്ഞ ഒത്തിരി വാർത്തകളൊക്കെ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. 2000 അരയന്നംകോട്ട വീടിന് മമ്മൂട്ടിക്കാണ് ഇട്ടുള്ളത്. ഈ ഒരു അവാർഡിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ, കുഴപ്പമെന്ന് പറഞ്ഞാൽ, അവർ അർഹതപ്പെട്ട അവാർഡല്ല ഒന്നാമത്തെ കാര്യം. പിന്നെ അവർ ആ വർഷം ചെയ്ത സിനിമയെ മൊത്തത്തിലെടുത്തായിരിക്കും അവാർഡ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു പരിപാടി ഇതിനകത്തുണ്ട്. 2000 അരയന്നംകോട്ട വീടിനും 2001 വീണ്ടും ജയറാമിനാണ് കിട്ടിയിട്ടുള്ളത്, തീർത്ഥാടനം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക്. 2002 ദിലീപിന് കുഞ്ഞിക്കോനൻ, അതെന്തിനാണെന്ന് എനിക്കും അറിയത്തില്ല. 2003 ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് മോഹൻലാലിന്, അത് ബാലേട്ടനാണ് കിട്ടിയിട്ടുള്ളത്. 2004 മമ്മൂട്ടിക്കാണ് ബെസ്റ്റ് ആക്ടർ അവാർഡ്. അത് കാഴ്ചയ്ക്കാണ്. കാഴ്ചയ്ക്ക് അത് നല്ല സിനിമ തന്നെയായിരുന്നു. ആ സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡും പുള്ളിക്ക് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. 2005 2006 മോഹൻലാലിനാണ് ബെസ്റ്റ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഈ മോഹൻലാലിൻ്റെ ബെസ്റ്റ് അവാർഡ് 2006 തന്മാത്രയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പുള്ളിക്കാരന് സ്റ്റേറ്റ് അവാർഡ് വന്ന് കിട്ടിയിട്ടുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറേ ആവശ്യമില്ലാത്ത അവാർഡ് പുള്ളിക്കാരന് വലിച്ചു വാരി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നെന്ന് തോന്നി. 2007 മമ്മൂട്ടിക്ക് തന്നെയാണ് ഒരേ കടലിന് കൊടുത്തത് ഓക്കെ എന്ന് പറയാം. പക്ഷേ ഒരു ആവശ്യമില്ലാത്ത ബിഗ് ബിക്കകത്ത് എന്തോ ആക്ഷൻ ചെയ്യുന്നതിനാണോ ഈ അവാർഡ് കൊടുക്കുന്നത്. കുറേ പടത്തിന് അല്ലാതെ തട്ടിക്കൂട്ടി കൊടുത്തിട്ടുണ്ട്. 2008 മോഹൻലാലിനായിരുന്നു ബെസ്റ്റ് ആക്ടർ കിട്ടിയിട്ടുള്ളത്. മാടമ്പിക്കാണ് അവാർഡ് കൊടുത്തിട്ടുള്ളത്. മാടമ്പിക്ക് ഒരു അവാർഡ് കൊടുക്കേണ്ട സിനിമ വല്ലോ ആണോ അത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2009 ഇവിടം സ്വർഗമാണെന്ന് വേണമെങ്കിൽ ഒരു അവാർഡ് കൊടുക്കാം. പക്ഷേ അത് ഒരു ബെസ്റ്റ് ആക്ടർ എന്നുള്ള രീതിയിൽ ഒന്നും കൊടുക്കേണ്ട ഒരു അവാർഡായിട്ട് തോന്നിയിട്ടില്ല. 2010 വീണ്ടും മമ്മൂട്ടി വന്നിട്ടുണ്ട്. കുട്ടിസ് റാങ്ക് അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അർഹതപ്പെട്ട അവാർഡ് തന്നെയായിരിക്കും. പ്രാഞ്ചിയേട്ടൻ ആൻഡ് സെയിൻറ്റ് ബെസ്റ്റ് ആക്ടർ. ഇതിനകത്ത് പ്രാഞ്ചിയേട്ടൻ മിക്കവാറും ആ ഭാഷ പുള്ളിക്കാരെ നല്ലോണം ചെയ്തിട്ടുണ്ട്. അതിനായിരിക്കാം ചിലപ്പോൾ അന്ന് സ്റ്റേറ്റ് അവാർഡിനും പുള്ളിക്കാരനെ ഇതാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ കിട്ടിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. 2011 വീണ്ടും മോഹൻലാൽ. ഈ 2011 12 ഈ ഒരു വർഷത്തെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ സിനിമകൾ. പ്രണയം ആവശ്യപ്പെട്ട സിനിമ തന്നെയാണേ. സ്നേഹവീട് ഒരു ഫാമിലി സിനിമ. അതിനൊക്കെ അതിന് അവാർഡ് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലായി. പിന്നെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് ഇതേപോലെ ഒരു തൊലിഞ്ഞ പടത്തിനൊക്കെ ഇതിനൊക്കെ ബെസ്റ്റ് ആക്ടർ കൊടുത്തിരിക്കുന്നത്. ചൈന ടൗണൊക്കെ ബെസ്റ്റ് ആക്ടർ അവാർഡ് കൊടുക്കാനുള്ള അതായത് ഒരു പ്രണയത്തിന് വേണമെങ്കിൽ നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. പിന്നെ സ്പിരിറ്റിനകത്തും പിന്നെ കുഴപ്പമില്ല. ഇതൊക്കെ റൺ ബേബി ഇത് 2012 കാര്യമാണ് പറയുന്നത്. സ്പിരിറ്റും റൺ ബേബി അതിനെ അർഹതപ്പെട്ടത്. അടുത്ത 2013-14 മമ്മൂട്ടിയാണ് 2013-14 കൊണ്ടുവരുന്നത്. കുഞ്ഞനന്തൻ്റെ കടയും വർഷം മുന്നറിയിപ്പ് ഇത്രയുള്ള പടത്തിനാണ് മമ്മൂട്ടി കൊണ്ടുപോയിരിക്കുന്നത്. മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തേക്കുന്നത് എല്ലാം തട്ടിക്കൂട്ടിയാണ്, ചുമ്മാ അങ്ങ് കൊടുക്കുക. 2015 പൃഥ്വിരാജ് എന്ന് നിൻ്റെ മൊയ്തി അർഹതപ്പെട്ട ഒരു അവാർഡ് തന്നെയാണ്. 2016 പിന്നെ മോഹൻലാലിന് കൊടുത്തേക്കുന്നത് പുലിമുരുകൻ ആൻഡ് ഒപ്പം. ഇതിനാണ് ബെസ്റ്റ് ആക്ടർ കൊടുത്തേക്കുന്നത്. പുലിമുരുകൻ ഫാമിലി ആക്ഷൻ സിനിമയായിരിക്കും. ആക്ഷൻ സിനിമയ്ക്കൊക്കെ ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ വേറെ അർഹതപ്പെട്ട ഇഷ്ടംപോലെ ആക്ടർമാരുണ്ട്, അവർക്ക് ആർക്കും കൊടുക്കത്തില്ല. 2017 ഫഹദ് ഫാസിലിനാണ് തൊണ്ടിമുതലും ദൃക്സാക്ഷിയും. വേറെ ആ ഫഹദ് ഫാസിലിൻ്റെ കൂടെ ഉള്ളത് വേറെ ഒത്തിരി പേരുണ്ട്. അത് പിന്നെയും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല, കുഴപ്പമില്ലാത്തൊരു അവാർഡാണ്. 2018-19 പിന്നെ മോഹൻലാലിനാണ് അവാർഡ് കൊടുത്തേക്കുന്നത്. ഒടിയനാണ് കൊടുത്തേക്കുന്നത്. കായംകുളം കൊച്ചുണ്ണിക്ക് ഗസ്റ്റ് അപ്പിയറൻസി വന്നെയാണ്. പിന്നെ ലൂസിഫറിനൊക്കെ
ഒരു ബെസ്റ്റ് ഓഫ് ആക്ടർ അവാർഡ് കൊടുക്കേണ്ട കൊടുക്കേണ്ട സിനിമയാണോ എന്ന് തന്നെ എന്ന് വെച്ചാൽ അതൊരു ആക്ഷൻ സിനിമയാണ്. ഈ ഒരു അവാർഡിനകത്ത് പറഞ്ഞാലും തീരാത്ത ഒത്തിരി പേരുണ്ട്. ഓഡിയൻസിന് അവിടെ കാണാൻ പോയ ഒത്തിരി ഓഡിയൻസിനും ഈ ഒരു അവാർഡ് എടുത്ത് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യൻ്റെ ഫിലിം അവാർഡ് കൊണ്ട് ആർക്കും ഒരു ഗുണമില്ലാത്തൊരു ടെലിവിഷൻ അവാർഡാണ് ഏഷ്യൻ്റെ കൊടുക്കുന്ന ഈ ഒരു അവാർഡ്. അല്ലെങ്കിൽ അത് അർഹതപ്പെട്ടവർക്ക് മാത്രം കൊടുക്കണം. ഈ 2015 തൊട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ മതി ഇതിനകത്ത് എത്ര അർഹതപ്പെട്ടവർക്ക്, അത് 2010 ശേഷം എത്ര അർഹതപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് ഇടയ്ക്ക് ജയസൂര്യയൊക്കെ നല്ല നല്ല പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ പടത്തിനൊക്കെ എന്തായിരുന്നു അവാർഡ് കൊടുക്കാത്തത്? ഒരു എന്ന് വെച്ചാൽ വെറൈറ്റി റോളുകൾ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ആർക്കും അവാർഡ് കൊടുക്കത്തില്ല. ഇതേപോലെയുള്ള പടത്തിനാണ് കൊടുക്കുന്നത്. എന്തായാലും ആ ഒരു പരിപാടി നിർത്തിയത് നന്നായി. അല്ലെങ്കിൽ ഈ ആക്ടർ മോഹൻലാലും മമ്മൂട്ടി മാത്രം മേടിച്ച് അവരെവിടെ കൊണ്ട് ഈ അവാർഡ് വെക്കുമെന്ന് അത്രേ ഉള്ളൂ. വീഡിയോയുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇനിയും ഇതേപോലത്തെ വീഡിയോസ് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. ഇതുപോലെ തുടങ്ങിയ ചാനൽ ദുരന്തമാക്കി കളഞ്ഞ കുറേ റിയാലിറ്റി ഷോസും ഇതുപോലത്തെ അവാർഡും ഒക്കെ ഉണ്ട്. അതൊന്ന് കമൻറ്റ് ചെയ്താൽ നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് അത്യാവശ്യ കാര്യം തന്നെ. നിങ്ങൾ കണ്ടിട്ട് കളയല്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക. റിവ്യൂ ഒക്കെ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്.